ഹായ് സ്റ്റുഡൻസ്, സെറ്റ് കെമിസ്ട്രി ക്ലാസ്സിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓർഗാനിക് കെമിസ്ട്രിയിലെ ഫോട്ടോ കെമിസ്ട്രി ആൻഡ് പെരിസൈക്ലിക് റിയാക്ഷൻസ് എന്ന് പറയുന്ന 4ാമത്തെ മൊഡ്യൂളാണ്. അതിനകത്ത് പെരിസൈക്ലിക് റിയാക്ഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് പെരിസൈക്ലിക് റിയാക്ഷൻസ് എന്ന് നോക്കാം. അതായത് നമുക്കറിയാം, മിക്കവാറുള്ള റിയാക്ഷൻസ് ഒക്കെ നടക്കുന്നത് റിയാക്ടൻസ് തമ്മിൽ കൊളൈഡ് ചെയ്ത് ഒരു ഇന്റർമീഡിയറ്റ് ഉണ്ടായി ആ ഇന്റർമീഡിയറ്റ് ആണ് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നത്. അതേസമയം പെരിസൈക്ലിക് റിയാക്ഷൻസ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഇന്റർമീഡിയറ്റ് ഇല്ലാതെ നടക്കുന്ന റിയാക്ഷൻസ് ആണ്. അതായത് ഈ റിയാക്ഷൻസിന്റെ പ്രത്യേകത, റിയാക്ടൻസ് നേരിട്ട് പ്രോഡക്ട്സ് ആയിട്ട് മാറും വിത്തൗട്ട് ആൻ ഇന്റർമീഡിയറ്റ്. അപ്പൊ അങ്ങനെ നടക്കുന്ന റിയാക്ഷൻസിനെ പറയുന്ന പേരാണ് പെരിസൈക്ലിക് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അതായത് റിയാക്ഷൻസ് ദാറ്റ് ഒക്വർ ബൈ കൺസേർട്ടഡ് പ്രോസസ് ത്രൂ എ സൈക്ലിക് ട്രാൻസിഷൻ സ്റ്റേറ്റ്. ഒരു സൈക്ലിക് ട്രാൻസിഷൻ സ്റ്റേറ്റ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, പക്ഷെ കൺസേർട്ടഡ് പ്രോസസ്സിലൂടെയാണ് റിയാക്ഷൻ നടക്കുന്നത്. അപ്പൊ എന്താണ് കൺസേർട്ടഡ് റിയാക്ഷൻസ് എന്ന് നോക്കാം. അതായത് റിയാക്ടൻസ് ഒരു ഇന്റർമീഡിയറ്റ് ഇല്ലാതെ നേരിട്ട് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്ന റിയാക്ഷൻസിനെ പറയുന്ന പേരാണ് കൺസേർട്ടഡ് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു റിയാക്ഷൻ ആണ് പെരിസൈക്ലിക് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ റിയാക്ഷൻസ് സ്റ്റീരിയോ സ്പെസിഫിക് ആണ്. അപ്പൊ എന്താണ് സ്റ്റീരിയോ സ്പെസിഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സ്റ്റീരിയോ കെമിക്കലായിട്ട് ഡിഫറന്റ് ആയിട്ടുള്ള മോളിക്യൂൾസ്, അതായത് ഐസോമറുകൾ. ഇപ്പൊ പ്രധാനമായിട്ടും ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് റിയാക്ടൻസിനകത്ത് അൺസാച്ചുറേഷൻ ഉണ്ട്, അതായത് ഡബിൾ ബോണ്ടുകളുണ്ട്. ഈ ഡബിൾ ബോണ്ടുകളുടെ സ്റ്റീരിയോ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ അത് എന്തായിരിക്കും പ്രത്യേകത? ഒന്നുകിൽ അത് സിസ് ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അത് ട്രാൻസ് ആയിരിക്കാം. അപ്പൊ ഇങ്ങനെ സിസ് ഐസോമറുകളും ട്രാൻസ് ഐസോമറുകളും വ്യത്യസ്ത രീതിയിലായിരിക്കും ഇവിടെ റിയാക്ട് ചെയ്യുന്നത്. അതാണ് സ്റ്റീരിയോ സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ. അതായത് സ്റ്റീരിയോ കെമിക്കലായിട്ട് ഡിഫറന്റ് ആയിട്ടുള്ള മോളിക്യൂൾസ്, അതായത് സിസ് ആൻഡ് ട്രാൻസ് ഐസോമേഴ്സ്, ദേ ബിഹേവ് ആൻഡ് റിയാക്ട് ഡിഫറന്റ്ലി. അതായത് ഈ റിയാക്ഷൻസില് സിസ് ഐസോമർ റിയാക്ട് ചെയ്ത് ഒരു പ്രോഡക്റ്റ് ഉണ്ടാകും, എന്നാൽ ആ രീതിയിലായിരിക്കില്ല ട്രാൻസ് ഐസോമർ റിയാക്ട് ചെയ്ത് അടുത്തൊരു പ്രോഡക്റ്റ് ഉണ്ടാകുന്നത്. അപ്പൊ സിസ് ഐസോമർ ഒരു പ്രോഡക്റ്റ് തരും, എന്നാൽ ട്രാൻസ് ഐസോമർ വേറെ ഒരു പ്രോഡക്റ്റ് ആയിരിക്കും തരുന്നത്. അപ്പൊ അങ്ങനെ രണ്ട് വ്യത്യസ്ത ഐസോമറുകള് വ്യത്യസ്ത പ്രോഡക്റ്റുകളാണ് തരുന്നതെങ്കിൽ അത്തരം റിയാക്ഷൻസിനെ പറയുന്ന പേരാണ് സ്റ്റീരിയോ സ്പെസിഫിക് റിയാക്ഷൻസ് എന്ന് പറയും. അതായത് സ്റ്റീരിയോ കെമിക്കലി ഡിഫറന്റ് മോളിക്യൂൾസ് ബിഹേവ് ആൻഡ് റിയാക്ട് ഡിഫറന്റ്ലി. ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് റിയാക്ഷൻസ് കൺസേർട്ടഡ് റിയാക്ഷൻസ് ആണ്. ആൻഡ് ഓർബിറ്റൽ സിമെട്രി ഈസ് കൺസർവ്ഡ്. അതായത് ഈ റിയാക്ഷൻ നടക്കുന്നതിന്റെ ഫലമായിട്ട് ഓർബിറ്റൽസിന്റെ സിമെട്രി അവിടെ മെയിൻറ്റെയിൻ ചെയ്യും. അതായത് റിയാക്ടൻസിനകത്ത് ഏത് സിമെട്രി ആണോ അതിനനുസരിച്ചായിരിക്കും അവിടെ റിയാക്ഷൻ നടക്കുന്നത്. അതിനനുസരിച്ച് ആ പ്രോഡക്ട്സിനകത്തും ആ ഓർബിറ്റലിന്റെ സിമെട്രി അവിടെ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള റിയാക്ഷൻസ് ആണ് പെരിസൈക്ലിക് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ റിയാക്ഷന്റെ പ്രത്യേകത, റിയാക്ടൻസിനകത്തും പ്രോഡക്ട്സിനകത്തും അൺസാച്ചുറേഷൻ കാണും. അതായത് ഡബിൾ ബോണ്ടുകളുടെ റീഓർഗനൈസേഷൻ ആണ് ഈ റിയാക്ഷൻസിനകത്ത് നടക്കുന്നത്. അതായത് ഡബിൾ ബോണ്ടുകളെ റീഅറേഞ്ച് ചെയ്ത് സിംഗിൾ ബോണ്ടുകളാവുകയോ അല്ലെങ്കിൽ അതിന്റെ പൊസിഷൻ മാറുകയോ, അത് സിംഗിൾ ബോണ്ട് വഴി ഒന്നുകിൽ അത് റിംഗ് സ്ട്രക്ചർ ഫോം ചെയ്യുകയോ ഒക്കെ ചെയ്യും, അല്ലെങ്കിൽ റിംഗ് ആയിട്ടിരിക്കുന്ന മോളിക്യൂള് ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട് ആയിട്ട് മാറും. അപ്പൊ റീഓർഗനൈസേഷൻ നടക്കും. അപ്പൊ ഈ റീഓർഗനൈസേഷൻ നടക്കുന്നതിന്റെ ഫലമായിട്ട് ഒന്നുകിൽ റിയാക്ടൻസിനകത്തോ അല്ലെങ്കിൽ പ്രോഡക്ട്സിനകത്തോ അൺസാച്ചുറേഷൻ കാണും, ഡബിൾ ബോണ്ടുകൾ കാണും. ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ റിയാക്ഷൻ രണ്ട് രീതിയിൽ നടക്കും. ഒന്നുകിൽ തെർമലി, അതായത് ടെമ്പറേച്ചർ ഹീറ്റ് ചെയ്യുമ്പോഴായിരിക്കും റിയാക്ഷൻ നടക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ഫോട്ടോ കെമിക്കലായിട്ടായിരിക്കും റിയാക്ഷൻ നടക്കുന്നത്. ഈ റിയാക്ഷന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് തെർമലായിട്ട് നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആയിരിക്കും, എന്നാൽ ഫോട്ടോ കെമിക്കലായിട്ട് നടക്കുമ്പോൾ വേറൊരു പ്രോഡക്റ്റ് ആയിരിക്കും കിട്ടുന്നത്. ഇങ്ങനൊരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണ്, സ്റ്റീരിയോ സ്പെസിഫിക് നേച്ചർ ആണ്. അതായത് സിസ് ഐസോമർ ഒരു പ്രോഡക്റ്റ് തരുമ്പോൾ ട്രാൻസ് ഐസോമർ വേറൊരു പ്രോഡക്റ്റ് ആയിരിക്കും തരുന്നത്. ഇതിനകത്ത് മറ്റൊരു പ്രത്യേകത, ഈ സിസ് ഐസോമർ തെർമലായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് ആയിരിക്കുകയില്ല അത് ഫോട്ടോ കെമിക്കലായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതുപോലെ തന്നെ ട്രാൻസ് ഐസോമർ തെർമലി റിയാക്ട് ചെയ്യുമ്പോൾ ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും കിട്ടുന്നത്, അതേസമയം അത് ഫോട്ടോ കെമിക്കലി റിയാക്ട് ചെയ്യുമ്പോൾ വേറൊരു പ്രൊഡക്റ്റ് ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ ഈ റിയാക്ഷൻ നടക്കുന്നത് ഒന്നുകിൽ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ഹീറ്റ് ചെയ്യുമ്പോൾ റിയാക്ഷൻ നടക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഫോട്ടോ കെമിക്കലായിട്ട് റിയാക്ഷൻ നടക്കും. അതായത് ലൈറ്റിന്റെ പ്രസൻസിൽ വെച്ച് കഴിഞ്ഞാൽ റിയാക്ഷൻ നടക്കും. അപ്പൊ നമുക്ക് ഇതിനകത്ത് പ്രത്യേകത എന്താണ്,
ചൂടാക്കുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് ആയിരിക്കില്ല ലൈറ്റിന്റെ പ്രസൻസിൽ നടക്കുമ്പോൾ, ഫോട്ടോ കെമിക്കലായിട്ട് നടക്കുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അതേപോടൊപ്പം തന്നെ ഇതും കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, സ്റ്റീരിയോ കെമിസ്ട്രിയും കൂടെ മനസ്സിലാക്കിയിരിക്കണം. സിസ് ഐസോമർ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, ട്രാൻസ് ഐസോമർ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്ന് അറിഞ്ഞിരിക്കണം. ഇനി റിയാക്ഷന്റെ പ്രത്യേകത, നമ്മൾ ഈ റിയാക്ഷനകത്ത് സോൾവെന്റ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സോൾവെന്റിന്റെ നേച്ചർ ഒന്നും ഇതിനെ അഫക്ട് ചെയ്യത്തില്ല. അതായത് പോളാർ സോൾവെന്റ്സ് ആണെങ്കിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ റിയാക്ഷന്റെ കണ്ടീഷനിൽ റിയാക്ഷന് വ്യത്യാസം വരത്തില്ല. ഇവിടെ റിയാക്ഷന്റെ വ്യത്യാസം വരുന്നത് ഒന്നുകിൽ തെർമലി അല്ലെങ്കിൽ ഫോട്ടോ കെമിക്കലി, അല്ലെങ്കിൽ എന്തായിരിക്കണം സ്റ്റീരിയോ സ്പെസിഫിക്, സിസ് അല്ലെങ്കിൽ ട്രാൻസ്. അതിനനുസരിച്ച് മാത്രമേ പ്രോഡക്റ്റിന് വ്യത്യാസം വരത്തുള്ളൂ. അതേസമയം നമ്മൾ പോളാർ റിയേജൻസ്, പല റിയേജൻസ് മാറ്റി നോക്കിയാലോ, അല്ലെങ്കിൽ സോൾവെന്റ് മാറ്റി നോക്കിയാലോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റാഡിക്കൽ ഇനിഷ്യേറ്റേഴ്സ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാലോ റിയാക്ഷനിൽ ഒരു വ്യത്യാസവും വരത്തില്ല. ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് ഐസോപോളാർ റിയാക്ഷൻസ് ആണ്. ഇവിടെ പോളാരിറ്റി ഡെവലപ്പ് ചെയ്യുന്നില്ല. നമുക്കറിയാം മിക്കവാറുള്ള റിയാക്ഷൻസിനെല്ലാം പോളാരിറ്റി ഡെവലപ്പ് ചെയ്ത് ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഒരു പോസിറ്റീവ് സെന്ററും ഒരു നെഗറ്റീവ് സെന്ററും ഉണ്ടാകും. അങ്ങനെയാണ് റിയാക്ഷൻ നടക്കുന്നത്. അതേസമയം അങ്ങനെ ഒരു റിയാക്ഷൻ അല്ല ഇവിടെ നടക്കുന്നത്. റീഓർഗനൈസേഷൻ ഒരു സൈക്ലിക് മാനറിൽ നടന്ന് ഇന്റർമീഡിയറ്റ് ഇല്ലാതെ നേരിട്ട് പ്രൊഡക്റ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് തെർമലി അല്ലെങ്കിൽ ഫോട്ടോ കെമിക്കലി നടക്കും. ബാക്കി ഒരു കണ്ടീഷൻസ് ഇതിനെ അഫക്ട് ചെയ്യത്തില്ല. ഇത് ഐസോപോളാർ റിയാക്ഷൻസ് ആണ്. പൊളാരിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമേ അവിടെ ഡെവലപ്പ് ചെയ്യുന്നില്ല. പൊളാരിറ്റി ഇല്ലാതെ ഇത് നേരിട്ട് ട്രാൻസിഷൻ സ്റ്റേറ്റിലേക്ക് പോയി പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു. ഇന്റർമീഡിയറ്റ് ഉണ്ടാകുന്നതേ ഇല്ല. ഇതാണ് പെരിസൈക്ലിക് റിയാക്ഷൻസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി നമുക്ക് പെരിസൈക്ലിക് റിയാക്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇലക്ട്രോസൈക്ലിക് റിയാക്ഷൻസ്, സൈക്ലോ അഡിഷൻ റിയാക്ഷൻസ്, ഈൻ റിയാക്ഷൻസ്, സിഗ്മാട്രോപിക് റിയാക്ഷൻസ്, അതിനെ റീഅറേഞ്ച്മെന്റ്സ് എന്നാണ് പറയുന്നത്. സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ്, ഹീലോട്രോപിക് റിയാക്ഷൻസ് അല്ലെങ്കിൽ റീഅറേഞ്ച്മെന്റ്. അവിടെയൊക്കെ റീഅറേഞ്ച്മെന്റ് ആണ് നടക്കുന്നത്. ഇവിടെ എല്ലാം റീഅറേഞ്ച്മെന്റ് അല്ലെങ്കിൽ റീഓർഗനൈസേഷൻ ആണ് നടക്കുന്നത്. ഇനി നമുക്ക് ഈ ഓരോ റിയാക്ഷൻസും നമുക്ക് പ്രത്യേകം എങ്ങനെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് ഇലക്ട്രോസൈക്ലിക് റിയാക്ഷൻസ്. ഇലക്ട്രോസൈക്ലിക് റീഅറേഞ്ച്മെന്റ് ഓഫ് ഇലക്ട്രോൺസ് occurs to give a cyclic compound. അപ്പൊ എങ്ങനെയുള്ള കോമ്പൗണ്ടിനാണ് റീഅറേഞ്ച്മെന്റ് ഓഫ് ഇലക്ട്രോൺസ് സംഭവിക്കുന്നത്? അതായത് കോൺജുഗേറ്റഡ് പൈ സിസ്റ്റം ഉള്ള മോളിക്യൂൾസിനകത്ത് റീഅറേഞ്ച്മെന്റ് നടക്കും. എങ്ങനെയാണ് റീഅറേഞ്ച്മെന്റ് നടന്നു കഴിഞ്ഞാൽ ആ കോൺജുഗേറ്റഡ് സിസ്റ്റത്തിന്റെ എൻഡിൽ ഒരു പുതിയ സിഗ്മ ബോണ്ട് ഉണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള റിയാക്ഷൻസിനെ പറയുന്ന പേരാണ് ഇലക്ട്രോസൈക്ലിക് റിയാക്ഷൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഇലക്ട്രോസൈക്ലിക് റിയാക്ഷൻസ് എന്ന് പറയുമ്പോൾ ഒരു കോൺജുഗേറ്റഡ് പൈ സിസ്റ്റം, ഫോർ എക്സാമ്പിൾ 1,3-butadiene, 1,3-butadiene, ഈ മോളിക്യൂളിനെ നമ്മൾ ചൂടാക്കുകയോ അല്ലെങ്കിൽ ലൈറ്റിന്റെ പ്രസൻസിൽ വെക്കുകയോ ചെയ്താൽ ഇവിടെ റീഅറേഞ്ച്മെന്റ് ഓഫ് ഇലക്ട്രോൺസ് നടക്കും. അതായത് ഈ കോൺജുഗേറ്റഡ് പൈ സിസ്റ്റത്തിന്റെ എൻഡില് ഒരു സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള റിയാക്ഷൻ സിഗ്മ ബോണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു സൈക്ലിക് കോമ്പൗണ്ട് ആയിട്ട് മാറും. ഇത്തരം റിയാക്ഷൻസിനെ പറയുന്ന പേരാണ് ഇലക്ട്രോസൈക്ലിക് റിയാക്ഷൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് എ സിഗ്മ ബോണ്ട് ഈസ് ഫോംഡ് അറ്റ് ദ ടെർമിനെ ഓഫ് എ കോൺജുഗേറ്റഡ് പൈ സിസ്റ്റം. ഒരു കോൺജുഗേറ്റഡ് പൈ സിസ്റ്റത്തിന്റെ എൻഡുകൾ തമ്മിൽ ഒരു സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. അപ്പൊ ഈ റിയാക്ഷൻസിനെ പറയുന്ന പേരാണ് ഇലക്ട്രോസൈക്ലിക് റിയാക്ഷൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. എ സിഗ്മ ബോണ്ട് ഈസ് ഫോംഡ് അറ്റ് ദ ടെർമിനെ ഓഫ് എ കോൺജുഗേറ്റഡ് പൈ സിസ്റ്റം. ഈ റിയാക്ഷന്റെ പ്രത്യേകത നോക്കിയേ, ഇവിടെ 2 ഡബിൾ ബോണ്ട് ഉണ്ടായിരുന്നു, ഇവിടെ ഒരു ഡബിൾ ബോണ്ടേ ഉള്ളൂ. അതായത് 4 പൈ ഇലക്ട്രോൺസ് ഉള്ളത് ഇവിടെ എത്ര പൈ ഇലക്ട്രോൺസേ ഉള്ളൂ? 2 പൈ ഇലക്ട്രോൺസേ ഉള്ളൂ. അതോടൊപ്പം ഇവിടെ എന്ത് വന്നിട്ടുണ്ട്? അഡീഷണൽ ആയിട്ട് ഒരു സിഗ്മ ബോണ്ട് വന്നിട്ടുണ്ട്. അതാണ് ഇലക്ട്രോസൈക്ലിക് റിയാക്ഷൻസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് റിയാക്ടന്റിനകത്ത് n പൈ ഇലക്ട്രോൺസ് ഉണ്ട് എങ്കിൽ പ്രോഡക്റ്റിനകത്ത് 2 പൈ ഇലക്ട്രോൺസ് കുറവായിരിക്കും. അതായത് പ്രോഡക്റ്റ് കണ്ടെയ്ൻ n-2 pi electrons. That if the reactant contain n pi electrons, then the product contain n-2 pi electrons and one additional sigma bond plus 1 sigma bond. അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് റിയാക്ഷന്റിനകത്ത് എത്ര പൈ ഇലക്ട്രോൺസ് ഉണ്ടോ അതിനെക്കാട്ടിൽ 2 പൈ ഇലക്ട്രോൺസ് കുറവായിരിക്കും പ്രോഡക്റ്റിനകത്ത്. പിന്നെ എന്തും കൂടെ കാണും? അഡീഷണൽ ആയിട്ട് ഒരു സിഗ്മ ബോണ്ടും കൂടെ കാണും.
അപ്പൊ നമ്മൾ പെരിസൈക്ലിക് റിയാക്ഷൻസിന്റെ പ്രത്യേകത പറഞ്ഞായിരുന്നു. സ്റ്റീരിയോ സ്പെസിഫിക്കൽ ആയിട്ട് ഡിഫറന്റ് മോളിക്യൂൾസ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറന്റ് പ്രൊഡക്ട്സ് ഉണ്ടാകും. അതുപോലെ തന്നെ റിയാക്ഷൻ തെർമലിയും നടക്കും, അതുപോലെ ഫോട്ടോ കെമിക്കലിയും നടക്കും. അപ്പൊ തെർമലി നടന്നാൽ സിസ് ഐസോമർ ആണ് കിട്ടുന്നത് എങ്കിൽ ഫോട്ടോ കെമിക്കലി നടക്കുമ്പോൾ എന്തായിരിക്കും കിട്ടുന്നത്? ട്രാൻസ് ഐസോമർ ആയിരിക്കും കിട്ടുന്നത്. അതായത് തെർമലായിട്ട് നടക്കുമ്പോൾ നടക്കുന്ന റിയാക്ഷൻസിന്റെ ഫലമായിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കില്ല ഫോട്ടോ കെമിക്കൽ ആയിട്ട് റിയാക്ഷൻ നടക്കുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ്. അപ്പൊ ഇതാണ് ഇലക്ട്രോസൈക്ലിക് റിയാക്ഷൻസിന്റെ പ്രത്യേകത. എന്താണ് ഇലക്ട്രോസൈക്ലിക് റിയാക്ഷൻസിന്റെ പ്രത്യേകത? എ സിഗ്മ ബോണ്ട് ഈസ് ഫോംഡ് അറ്റ് ദ ടെർമിനി ഓഫ് എ കോൺജുഗേറ്റഡ് പൈ സിസ്റ്റം. അല്ലെങ്കിൽ അതിന്റെ റിവേഴ്സ് പ്രോസസ് നമ്മൾ തിരിച്ചു പറയാം. ഇതേപോലെയുള്ള റിയാക്ഷൻസ് സൈക്ലിക് ആയിട്ടുള്ള കോമ്പൗണ്ട് എങ്ങനെയുള്ള കോമ്പൗണ്ട് ആയിട്ട് മാറും? കോൺജുഗേറ്റഡ് പൈ സിസ്റ്റം ഉള്ള മോളിക്യൂൾ ആയിട്ട് മാറുന്ന, അതായത് റിവേഴ്സ് പ്രോസസ്സിനെയും നമുക്ക് ഇലക്ട്രോസൈക്ലിക് റിയാക്ഷൻസ് എന്ന് പറയാൻ പറ്റും. ഇനി ഇതിന്റെ പ്രത്യേകത എന്താണ്? ഈ റിയാക്ഷൻസിനകത്ത് n പൈ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ പ്രോഡക്റ്റിനകത്ത് എത്ര പൈ ഇലക്ട്രോൺസ് കാണും? അതിനെക്കാട്ടിൽ 2 പൈ ഇലക്ട്രോൺസ് കുറയും. n-2 പൈ ഇലക്ട്രോൺസേ കാണത്തുള്ളൂ. ഇഫ് ദ റിയാക്ഷൻ കണ്ടെയ്ൻ n പൈ ഇലക്ട്രോൺസ് then the product contain n-2 pi electrons and one additional sigma bond. ഇനി മറ്റൊരു പ്രത്യേകത എന്താണ്? ഈ റിയാക്ഷൻ നടക്കുന്നത് തെർമലി ആണെങ്കിൽ ഒരു പ്രൊഡക്റ്റ് കിട്ടും. റിയാക്ഷൻ ഗീവ് ഡിഫറന്റ് ഐസോമേഴ്സ് അണ്ടർ തെർമൽ ആൻഡ് ഫോട്ടോകെമിക്കൽ കണ്ടീഷൻസ്. സിസ് ഐസോമർ ആണ് തെർമലി കിട്ടുന്നതെങ്കിൽ ട്രാൻസ് ഐസോമർ ആയിരിക്കും ഫോട്ടോകെമിക്കലി കിട്ടുന്നത്. അതാണ് ഇലക്ട്രോസൈക്ലിക് റിയാക്ഷൻസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. രണ്ടാമത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത് സൈക്ലോ അഡീഷൻ റിയാക്ഷൻ ആണ്. അപ്പൊ സൈക്ലോ അഡീഷന്റെ ഫലമായിട്ട് ഒരു സൈക്ലിക് കോമ്പൗണ്ട് ഫോം ചെയ്യും. അതായത് 2 പൈ ബോണ്ട് കണ്ടെയ്നിങ് മോളിക്യൂൾസ്, 2 വ്യത്യസ്ത പൈ ബോണ്ട് കണ്ടെയ്നിങ് മോളിക്യൂൾസ് റിയാക്ട് ചെയ്യും. റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൈക്ലിക് കോമ്പൗണ്ട് ഉണ്ടാകും. 2 പൈ ബോണ്ട് കണ്ടെയ്നിങ് മോളിക്യൂൾസ് റിയാക്ട് ടുഗദർ ടു ഫോം എ സൈക്ലിക് കോമ്പൗണ്ട്. ആ റിയാക്ഷനെ പറയുന്ന പേരാണ് സൈക്ലോ അഡീഷൻ റിയാക്ഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് 2 വ്യത്യസ്ത മോളിക്യൂൾസുകൾ, രണ്ടിനകത്തും പൈ ബോണ്ട് കാണും. ഇത് രണ്ടും കൂടെ റിയാക്ട് ചെയ്ത് ഒരു സൈക്ലിക് ആയിട്ടുള്ള മോളിക്യൂൾ ഉണ്ടാകും. അപ്പൊ ഇത്തരം റിയാക്ഷനെ പറയുന്ന പേരാണ് സൈക്ലോ അഡീഷൻ റിയാക്ഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഇവിടെ ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ ഈ ഡബിൾ ബോണ്ട് എന്തായിട്ട് മാറും? ഇത് തമ്മിൽ ഒരു സിംഗിൾ ബോണ്ട് ആയിട്ട് മാറും. ഈ ഡബിൾ ബോണ്ട് എന്ത് ചെയ്യും? ഇത് തമ്മിൽ ഒരു സിംഗിൾ ബോണ്ട് ആയിട്ട് മാറും. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത, ഈ റിയാക്ഷനിൽ ഏർപ്പെടുമ്പോൾ ഒരു മോളിക്യൂൾ മറ്റൊരു മോളിക്യൂളിന് ഇലക്ട്രോണിനെ കൊടുക്കും എങ്കിൽ മാത്രമേ ബോണ്ട് ഫോം ചെയ്യത്തുള്ളൂ. അപ്പൊ ബോണ്ട് ഇലക്ട്രോൺസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു മോളിക്യൂളിന്റെ അകത്തുള്ള ഇലക്ട്രോൺസ് ഉള്ള ഏറ്റവും പുറമേ ഉള്ള ഇലക്ട്രോൺസ് ഉള്ള ഓർബിറ്റിലാണ് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുന്നത്. ആ ഓർബിറ്റലിനെ പറയുന്ന പേരാണ് ഹോമോ എന്ന പേരിൽ അറിയപ്പെടും. ഹയസ്റ്റ് ഓക്കുപൈഡ് മോളിക്യുലാർ ഓർബിറ്റൽ. അപ്പൊ രണ്ടാമത്തെ മോളിക്യൂളിന് എന്ത് വേണം? ഇലക്ട്രോൺസ് ഇല്ലാത്ത ഒരു ഓർബിറ്റൽ വേണം. അതിനെ പറയുന്ന പേരാണ് ലൂമോ എന്ന് പറയും. ലോവസ്റ്റ് അൺഓക്കുപൈഡ് മോളിക്യുലാർ ഓർബിറ്റൽ. അപ്പം ഒരു മോളിക്യൂളിന്റെ ഹോമോയിൽ നിന്നും ഹയസ്റ്റ് ഓക്കുപൈഡ് മോളിക്യുലാർ ഓർബിറ്റലിൽ നിന്നും സെക്കൻഡ് മോളിക്യൂളിന്റെ ലൂമോയിലേക്കായിരിക്കും ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാകാം, ഈ മോളിക്യൂളിന്റെ ഹോമോയിൽ നിന്നും ഈ മോളിക്യൂളിന്റെ ലൂമോയിലേക്കാകാം. അല്ലെന്നുണ്ടെങ്കിൽ ഈ മോളിക്യൂളിന്റെ ഹോമോ രണ്ടാമത്തെ മോളിക്യൂളിന്റെ ഹയസ്റ്റ് ഓക്കുപൈഡ് മോളിക്യുലാർ ഓർബിറ്റലിൽ നിന്നും ആദ്യത്തെ മോളിക്യൂളിന്റെ ലൂമോയിലേക്ക് ആകാം. ഇത് 2 രീതിയിൽ ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പൊ ഇങ്ങനെ 2 മോളിക്യൂളുകൾ കമ്പൈൻ ചെയ്ത് ഒരു സൈക്ലിക് കോമ്പൗണ്ട് ഉണ്ടാകുന്ന ഈ റിയാക്ഷനെ പറയുന്ന പേരാണ് സൈക്ലോ അഡീഷൻ റിയാക്ഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഡീൽ-സാൾഡർ റിയാക്ഷൻ. ഡീൽ-സാൾഡർ റിയാക്ഷൻ. അപ്പൊ ഡീൽ-സാൾഡർ റിയാക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയുള്ള റിയാക്ഷൻ ആണ്? സൈക്ലോ അഡീഷൻ റിയാക്ഷൻ ആണ്. അതായത് 2 പൈ ബോണ്ട് ഉള്ള മോളിക്യൂളുകൾ കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ ആയിട്ടുള്ള സൈക്ലിക് കോമ്പൗണ്ട് ആയിട്ട് മാറും. അപ്പൊ ആ റിയാക്ഷനെ പറയുന്ന പേരാണ് സൈക്ലോ അഡീഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അതായത് 2 പൈ ബോണ്ട് കണ്ടെയ്നിങ് മോളിക്യൂൾസ് react together to form a cyclic compound. This reaction is called cyclo addition reaction. അപ്പൊ ഇതിനകത്ത് എങ്ങനെയാണ് ഇലക്ട്രോൺസിന്റെ ട്രാൻസ്ഫർ നടക്കുന്നത്? ഒരു മോളിക്യൂളിന്റെ ഹോമോയിൽ നിന്നും ഹയസ്റ്റ് ഓക്കുപൈഡ് മോളിക്യുലാർ ഓർബിറ്റലിൽ നിന്നും രണ്ടാമത്തെ മോളിക്യൂളിന്റെ ലൂമോയിലേക്കാണ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അല്ലെങ്കിൽ രണ്ടാമത്തെ മോളിക്യൂളിന്റെ ഹയസ്റ്റ് ഓക്കുപൈഡ് മോളിക്യുലാർ ഓർബിറ്റലിൽ നിന്നും ഒന്നാമത്തെ മോളിക്യൂളിന്റെ ലൂമോയിലേക്ക്, ഹോമോ ടു ലൂമോ ആണ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുന്നത്.
ഈ റിയാക്ഷൻ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഡീൽസ് ആൾഡർ റിയാക്ഷൻസ്. മൂന്നാമത്തെ റിയാക്ഷൻ ആണ് ഈൻ റിയാക്ഷൻസ്. ഈൻ റിയാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തെർമൽ റിയാക്ഷൻസ് ബിറ്റ്വീൻ ആൻ ആൽക്കീൻ. ആൽക്കീന്റെ പ്രത്യേകത അതിനകത്ത് ഒരു അലൈലിക് ഹൈഡ്രജൻ ഉണ്ടായിരിക്കണം. തെർമൽ റിയാക്ഷൻസ് ബിറ്റ്വീൻ an alkene bearing a allylic hydrogen and another compound containing activated multiple bond. Reactions between an alkene. ഈ ആൽക്കീൻ ഡബിൾ ബോണ്ട് കോമ്പൗണ്ട് ആണ്. അതായത് ഈ എൻ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത് ഡബിൾ ബോണ്ട് കോമ്പൗണ്ടിനെയാണ് ആൽക്കീൻസ്. അപ്പൊ അതുകൊണ്ടാണ് ഈ കോമ്പൗണ്ടിനെ ഈൻ എന്ന പേരിൽ അറിയപ്പെടും. ഇതിനെ നമ്മൾ ഈൻ കമ്പോണന്റ് എന്ന് പറയും. അപ്പൊ ഈ കമ്പോണന്റിന്റെ പ്രത്യേകത അതിനകത്ത് അലൈലിക് ഹൈഡ്രജൻ ഉണ്ടായിരിക്കണം. ഇനി അടുത്ത എന്താണ്? അടുത്തൊരു കമ്പോണന്റ് എന്ന് പറയുന്നത് ഒരു ആക്ടിവേറ്റഡ് മൾട്ടിപ്പിൾ ബോണ്ട് ഉള്ള ഒരു കമ്പോണന്റ്. ഇത് ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ആകാം. അപ്പൊ ഇവിടെ ഡബിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ട് ആണ്. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ഈനോഫൈൽ എന്ന പേരിൽ അറിയപ്പെടും. ഈനോഫൈൽ. അപ്പൊ ഇത് തമ്മിലുള്ള റിയാക്ഷൻ ആണ് ഈൻ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ അൺസാച്ചുറേറ്റഡ് സെന്ററുകൾ തമ്മിൽ ഒരു സിംഗിൾ ബോണ്ട് ഫോം ചെയ്യും. എ സിഗ്മ ബോണ്ട് ഈസ് ഫോംഡ് ബിറ്റ്വീൻ ദ അൺസാച്ചുറേറ്റഡ് സെന്റേഴ്സ്. അൺസാച്ചുറേറ്റഡ് സെന്ററുകൾ തമ്മിൽ ഒരു സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. അപ്പൊ ഇത് തെർമൽ ആയിട്ട് നടക്കുന്ന റിയാക്ഷൻ ആണ്. അപ്പൊ ഇത് തമ്മിൽ ഒരു സിഗ്മ ബോണ്ട് ഫോം ചെയ്തു. ഇനി പ്രത്യേകത എന്ന് പറയുന്നത് ഈ അലൈലിക് ഹൈഡ്രജൻ ഇറ്റ് ഈസ് മൈഗ്രേറ്റഡ് ടു ദ അതർ ടെർമിനസ് ഓഫ് ദ ഈനോഫൈൽ മൾട്ടിപ്പിൾ ബോണ്ട്. അതായത് ഈ അലൈലിക് ഹൈഡ്രജൻ ഈ ഈനോഫൈലിന്റെ അതർ ടെർമിനസ്, ഇവിടെ ഒരു ടെർമിനസുമായിട്ട് ഇത് സിഗ്മ ബോണ്ട് ഫോം ചെയ്തു. ഇനി അടുത്ത ടെർമിനസിലേക്ക് എന്ത് മൈഗ്രേറ്റ് ചെയ്യും? ഈ ഹൈഡ്രജൻ മൈഗ്രേറ്റ് ചെയ്യും. ഈ പൊസിഷനിൽ ഹൈഡ്രജൻ വരും. അപ്പൊ ഇവിടെ എന്തായിട്ട് മാറും? ഒരു ഡബിൾ ബോണ്ട് ആയിട്ട് മാറും. ഈ റിയാക്ഷനെ പറയുന്ന പേരാണ് ഈൻ റിയാക്ഷൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് തെർമൽ റിയാക്ഷൻസ് ബിറ്റ്വീൻ an alkene bearing a allylic hydrogen, that is called the ene component, and a compound containing activated multiple bond, that is called enophile. This reaction is called ene reaction. എന്താണ് ഇവിടെ നടക്കുന്നത്? ആക്ച്വലി എന്താണ് നടക്കുന്നത്? A new sigma bond is formed between the unsaturated centers. ഈ രണ്ട് സെന്ററുകൾ തമ്മിൽ ഒരു സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. And allylic hydrogen is migrated to the other terminus of the enophile component. Enophileന്റെ സെക്കൻഡ് ടെർമിനസിലേക്ക് ആര് മൈഗ്രേറ്റ് ചെയ്യും? അലൈലിക് ഹൈഡ്രജൻ മൈഗ്രേറ്റ് ചെയ്യും. അപ്പൊ ഈ റിയാക്ഷൻ ആണ് ഈൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. നാലാമത്തെ റിയാക്ഷൻ ആണ് സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് ഓർ റിയാക്ഷൻ. ഇതിനകത്ത് ഈ റിയാക്ഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ മൈഗ്രേഷൻ ഓഫ് സിഗ്മ ബോണ്ടഡ് ആറ്റം ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ടേക്സ് പ്ലേസ് ത്രൂ എ പൈ ഇലക്ട്രോൺ സിസ്റ്റം. ഒരു പൈ ഇലക്ട്രോൺ സിസ്റ്റത്തിൽ കൂടി, അതായത് കോൺജുഗേറ്റഡ് പൈ ഇലക്ട്രോൺ സിസ്റ്റത്തിൽ കൂടി സിഗ്മ ബോണ്ടഡ് ആയിട്ടുള്ള ആറ്റംസോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റംസോ മൈഗ്രേറ്റ് ചെയ്യും. അപ്പൊ ഈ മൈഗ്രേഷന്റെ ഫലമായിട്ട് സിഗ്മ ബോണ്ടുകളുടെ എണ്ണം കൂടുകയോ കുറയുകയോ അല്ലെങ്കിൽ പൈ ബോണ്ടുകളുടെ എണ്ണം കൂടുകയോ കുറയുകയോ ഒന്നും ചെയ്യുന്നില്ല. നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്സ് ആൻഡ് പൈ ബോണ്ട്സ് റിമെയിൻ അൺചേഞ്ച്ഡ്. ഓൺലി മൈഗ്രേഷൻ ഓഫ് സിഗ്മ ബോണ്ടഡ് ആറ്റം ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ടേക്സ് പ്ലേസ്. മൈഗ്രേഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. ഒരു ഭാഗത്ത് നിന്ന് സിഗ്മ ബോണ്ട് ആയിട്ടുള്ള ആറ്റം മൈഗ്രേറ്റ് ചെയ്ത് മറ്റേ എൻഡിലെ കോൺജുഗേറ്റഡ് പൈ സിസ്റ്റത്തിന്റെ ഓപ്പോസിറ്റ് എൻഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു. അങ്ങനെ മൈഗ്രേഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് സിഗ്മ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു, അടുത്തടുത്ത് പോയി ജോയിൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ സിഗ്മ ബോണ്ടിന്റെ എണ്ണം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ പൈ ബോണ്ടിന്റെ എണ്ണവും കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. അപ്പൊ ഇത് രണ്ട് തരത്തിലുള്ള റിയാക്ഷൻ ഉണ്ട്. അതായത് മൈഗ്രേറ്റ് ചെയ്യുന്ന ആറ്റം ബ്രേക്ക് ചെയ്യുന്നു. ഇവിടെ ഹൈഡ്രജൻ ആണ് മൈഗ്രേറ്റ് ചെയ്യുന്നത്. മൈഗ്രേറ്റ് ചെയ്തതിനു ശേഷം ജോയിൻ ചെയ്യുന്നത്, ഇവിടെ കോൺജുഗേറ്റഡ് പൈ സിസ്റ്റം ഉള്ളത് ഇവിടുന്ന് ഇതുവഴിയാണ് മൈഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഹൈഡ്രജൻ ഇവിടുന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഈ കാർബണിലേക്ക് ബോണ്ട് ഫോം ചെയ്യും, തൊട്ടടുത്ത ഈ കാർബണിലേക്ക് ബോണ്ട് ഫോം ചെയ്യും. ഇങ്ങനെ ഈ കാർബണിൽ കൂടി കോൺജുഗേറ്റഡ് പൈ സിസ്റ്റത്തിൽ കൂടി വന്ന് ഇവിടെ ബോണ്ട് ഫോം ചെയ്യും. അപ്പൊ ഈ റിയാക്ഷന്റെ ഫലമായിട്ട് ഈ ഭാഗത്തൊരു ഹൈഡ്രജൻ ഉണ്ടാകും, ഇവിടെ ഈ ബോണ്ട്. അപ്പൊ എന്ത് ചെയ്യും? പൈ സിസ്റ്റം റീഅറേഞ്ച് ചെയ്യപ്പെടും. അപ്പൊ ഈ സിഗ്മ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഇവിടെ ഒരു സിഗ്മ ബോണ്ട് ഫോം ചെയ്തു. അപ്പൊ ഇവിടുത്തെ സിഗ്മ ബോണ്ട് എങ്ങോട്ടേക്ക് പോകും? ഈ കാർബണിലേക്ക് ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ആയിട്ട് മാറും.
അതുപോലെ തന്നെ ഈ ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത് ഇവിടേക്കും വരും. അപ്പൊ പൈ ബോണ്ട് റീഅറേഞ്ച് ചെയ്ത് ഇവിടെ 2 പൈ ബോണ്ട് ഉണ്ട്, ഇവിടെയും 2 പൈ ബോണ്ട്. ഇവിടെ കാർബൺ ഹൈഡ്രജൻ സിഗ്മ ബോണ്ട്, ഈ കാർബൺ ഹൈഡ്രജൻ സിഗ്മ ബോണ്ട് ഇവിടെ ഈ കാർബണിൽ വന്നേ ഉള്ളൂ. അപ്പൊ ഈ പൈ ബോണ്ടിൽ കൂടി ഇത് എന്ത് ചെയ്ത് ഹൈഡ്രജൻ മൈഗ്രേറ്റ് ചെയ്ത് ഓപ്പോസിറ്റ് എൻഡിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഈ റിയാക്ഷനെ പറയുന്ന പേരാണ് സിഗ്മാട്രോപിക് റിയാക്ഷൻ അല്ലെങ്കിൽ സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. അതായത് മൈഗ്രേഷൻ ഓഫ് എ സിഗ്മ ബോണ്ടഡ് ആറ്റം ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ആകാം, ഇതിന് പകരം ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ആകാം, ആറ്റം ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ത്രൂ എ പൈ ഇലക്ട്രോൺ സിസ്റ്റം, ഒരു പൈ ഇലക്ട്രോൺ സിസ്റ്റത്തിൽ കൂടിയുള്ള മൈഗ്രേഷൻ ആണ്. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത, ഇവിടെ ബ്രേക്ക് ചെയ്തത് കാർബണുമായിട്ട് അറ്റാച്ച് ചെയ്ത ഒരു ഹൈഡ്രജൻ ആയിരുന്നു. ഇവിടെ ബോണ്ട് ഫോം ചെയ്തതും ആരുടെ കൂടെയാണ്? കാർബണിനോടൊപ്പമാണ്. ഇങ്ങനെ ഇതാണ് മൈഗ്രേഷൻ ഒറിജിൻ എന്ന് പറയുന്ന കാർബൺ, ഇത് മൈഗ്രേഷൻ ടെർമിനസ്. ഈ മൈഗ്രേഷൻ ഒറിജിനിലും മൈഗ്രേഷൻ ടെർമിനസിലും ഒരേ എലമെന്റ് ആണുള്ളത്. അങ്ങനെയുള്ള സിഗ്മാട്രോപിക് റിയാക്ഷൻസ് ഉണ്ട്. ഇനി അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത് മൈഗ്രേഷൻ ഒറിജിനല് ഒരു എലമെന്റ് ആയിരിക്കും, എന്നാൽ വ്യത്യസ്ത എലമെന്റ് ആയിരിക്കും മൈഗ്രേഷൻ ടെർമിനസിലുള്ളത്. എക്സാമ്പിള് ഇതൊരു ഈതർ ആണ്, ഇത് വിനൈൽ ഗ്രൂപ്പ്, ഇത് അലൈൽ ഗ്രൂപ്പ്, അലൈൽ വിനൈൽ ഈഥർ. ഇവിടെ ബ്രേക്ക് ചെയ്യുന്നത് ഈ ബോണ്ടാണ്. ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെയാണ് ഒരു ബോണ്ട് ഫോം ചെയ്യുന്നത്. ഈ റിയാക്ഷന്റെ ഫലമായിട്ട് ഈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് പുതിയൊരു ബോണ്ട് ഇവിടെയാണ് ഫോം ചെയ്യുന്നത്. അപ്പൊ ഇതെന്തായിട്ട് മാറും? ഈ ഡബിൾ ബോണ്ട് ഇവിടെ ഓക്സിജനുമായിട്ട് ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. ഇതിവിടെ പോയും ഇവിടെയാണ് പുതിയ സിഗ്മ ബോണ്ട് ഫോം ചെയ്തത്. അപ്പൊ ഇവിടെ ഒരു പൈ ബോണ്ട് മൈഗ്രേറ്റ് ചെയ്തു ഇവിടെ ഒരു പുതിയൊരു സിഗ്മ ബോണ്ട് ഫോം ചെയ്തു. ഇവിടെ നമ്പർ ഓഫ് പൈ ബോണ്ട് 2 പൈ ബോണ്ട് ഉണ്ടായിരുന്നു, ഇവിടെയും 2 പൈ ബോണ്ട് ഉണ്ട്. അതേപോലെ തന്നെ സിഗ്മ ബോണ്ട് ഇവിടുത്തെ ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു പുതിയ ബോണ്ട് ഫോം ചെയ്തു. അപ്പൊ സിഗ്മ ബോണ്ടിന്റെ എണ്ണവും സെയിമാ. അപ്പൊ ഇത് എങ്ങനെയുള്ള റീഅറേഞ്ച്മെന്റ് ആണ്? സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ്. ഈ ബോണ്ട് എതിലേക്കൂടെയാണ് മൈഗ്രേറ്റ് ചെയ്തത്? ഈ കാർബണിൽ കൂടി കോൺജുഗേറ്റഡ് പൈ സിസ്റ്റത്തിൽ കൂടിയാണ് മൈഗ്രേറ്റ് ചെയ്തത്. ഇങ്ങനെ മൈഗ്രേഷൻ ഒറിജിനല് ഓക്സിജൻ ആയിരുന്നു, മൈഗ്രേഷൻ ടെർമിനസ് ആയപ്പോഴത്തേക്ക് ഇത് എന്തായിട്ട് മാറി? കാർബണായിട്ട് മാറി. അപ്പൊ ഈ റിയാക്ഷനെ നമുക്ക് എന്ത് പറയാം? സിഗ്മാട്രോപിക് റിയാക്ഷൻസ് എന്ന് പറയും. അപ്പൊ ഇങ്ങനെ സിഗ്മാട്രോപിക് റിയാക്ഷൻസ് ഇങ്ങനെ 2 തരത്തിലേ ഉള്ളൂ. എന്തൊക്കെയാണ്? ഈ മൈഗ്രേഷൻ ഒറിജിനില് ഒരു എലമെന്റ്, മൈഗ്രേഷൻ ടെർമിനസില് സെയിം എലമെന്റ്, അതൊരു തരത്തിലുള്ള സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ്. അടുത്തത് മൈഗ്രേഷൻ ഒറിജിനില് ഒരു എലമെന്റ്, മൈഗ്രേഷൻ ടെർമിനസില് വ്യത്യസ്ത എലമെന്റ്. ഇവിടെ ഓക്സിജൻ ആയിരുന്നു മൈഗ്രേഷൻ ഒറിജിനിലുള്ളത്, മൈഗ്രേഷൻ ടെർമിനസിലായിരുന്നു കാർബൺ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള വ്യത്യസ്ത എലമെന്റുകൾ, അങ്ങനെ 2 തരത്തിലുള്ള സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് ആണ് ഉള്ളത്. അപ്പൊ സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് മൈഗ്രേഷൻ ഓഫ് സിഗ്മ ബോണ്ടഡ് ആറ്റം ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ത്രൂ എ പൈ ഇലക്ട്രോൺ സിസ്റ്റം. ഒരു പൈ ഇലക്ട്രോൺ സിസ്റ്റത്തിലൂടെ ഒരു സിഗ്മ ബോണ്ടഡ് ആയിട്ടുള്ള ആറ്റമോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റമോ മൈഗ്രേറ്റ് ചെയ്യും. അപ്പൊ ആ റിയാക്ഷനെ പറയുന്ന പേരാണ് സിഗ്മാട്രോപിക് റിയാക്ഷൻ അല്ലെങ്കിൽ സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ്. ഹീലോട്രോപിക് റിയാക്ഷൻസ്. ഹീലോട്രോപിക് റിയാക്ഷൻസ് കൺസിഡർ ചെയ്യാൻ നമ്മളൊരു കോമ്പൗണ്ട് നോക്കുന്നു. ഈ കോമ്പൗണ്ടിന്റെ പ്രത്യേകത 2 സിഗ്മ ബോണ്ട് ഈ സൾഫറിലേക്ക് ടെർമിനേറ്റ് ചെയ്തേക്കുകയാണ്. ഇങ്ങനെ ബോണ്ട് ഫോം ചെയ്യുന്ന തരത്തിലുള്ള റിയാക്ഷൻ, ഇങ്ങനെ ഒരു ബോണ്ട് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കോൺജുഗേറ്റഡ് ഡൈൻ ഉണ്ടായിരിക്കണം, പ്ലസ് സൾഫർ ഡയോക്സൈഡ് ഉണ്ടായിരിക്കണം. അപ്പൊ ഈ ബോണ്ടാണ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇവിടുന്ന് ഒരു ബോണ്ട് ഇങ്ങോട്ടേക്ക് ഫോം ചെയ്യും, ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ ഇവിടെ എന്താണ് പ്രത്യേകത? 2 സിഗ്മ ബോണ്ട് ടെർമിനേറ്റ് ഇൻ എ സിംഗിൾ ആറ്റം ആർ ഫോംഡ്. എങ്ങനെയാണ്? കോൺജുഗേറ്റഡ് ഡൈനിൽ നിന്ന് ഒരു സൾഫർ ഡയോക്സൈഡും കൂടെ കമ്പൈൻ ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള റിയാക്ഷൻസ് ആണ് ഹീലോട്രോപിക് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. 2 സിഗ്മ ബോണ്ട്സ് ദാറ്റ് ടെർമിനേറ്റ് ഇൻ എ സിംഗിൾ ആറ്റം ആർ മെയ്ഡ് ഓർ ബ്രോക്കൺ. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുക, ഇങ്ങോട്ടേക്ക് പോവുക, ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് പോവുക, ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് പോവുക. അങ്ങനെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്തരം റിയാക്ഷൻസിനെ പറയുന്ന പേരാണ് ഹീലോട്രോപിക് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. 2 സിഗ്മ ബോണ്ട്സ് that terminate in a single atom are made or broken. അപ്പൊ ഇവിടെ പ്രത്യേകത, ആ റിയാക്ഷൻ എങ്ങനെ നടക്കണം? കൺസേർട്ടഡ് സ്റ്റെപ്പിൽ നടക്കണം. അതായത് ഇന്റർമീഡിയറ്റ് ഇല്ലാതെ
ഡയറക്റ്റ് ഈ പ്രോഡക്റ്റ് ഫോം ചെയ്യണം. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കതിനെ ഹീലോട്രോപിക് റിയാക്ഷൻസ് എന്ന് പറയാൻ പറ്റുള്ളൂ. സിംഗിൾ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻസ് ആയിരിക്കണം. അപ്പൊ അങ്ങനെ സിംഗിൾ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻ വിത്തൗട്ട് ആൻ ഇന്റർമീഡിയറ്റ് അങ്ങനെ കൺസെൻട്രേറ്റ് പ്രോസസ് വഴി നടക്കുന്ന ഈ റിയാക്ഷനെ പറയുന്ന പേരാണ് ഹീലോട്രോപിക് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് ഇലക്ട്രോസൈക്ലിക് റിയാക്ഷൻസ്. ഒരു കോൺജുഗേറ്റഡ് പൈ സിസ്റ്റം എന്തായിട്ട് മാറും? ഒരു സൈക്ലിക് കോമ്പൗണ്ട് ആയിട്ട് മാറും. സൈക്ലോ അഡിഷൻ റിയാക്ഷൻ, രണ്ട് വ്യത്യസ്ത കോമ്പൗണ്ടുകൾ കൂടിച്ചേർന്ന ഒരു സൈക്ലിക് കോമ്പൗണ്ട് ആയിട്ട് മാറും. ഈൻ റിയാക്ഷൻസ് ഏകദേശം സൈക്ലോ അഡിഷൻ പോലെ തന്നെ വരും. റിംഗ് സ്ട്രക്ചർ ഫോം ചെയ്യത്തില്ല. അതിന് പകരം ഒരു ഹൈഡ്രജൻ മൈഗ്രേറ്റ് ചെയ്ത് രണ്ടാമത്തെ കോമ്പൗണ്ടിലേക്ക് പോകും. സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ്, ഒരു പൈ ഇലക്ട്രോൺ സിസ്റ്റത്തിൽ കൂടി ഒരു ആറ്റം അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് മൈഗ്രേറ്റ് ചെയ്യും. അടുത്തത് ഹീലോട്രോപിക് റിയാക്ഷൻസ്, ഒരു സിംഗിൾ ആറ്റത്തിലേക്ക് രണ്ട് സിഗ്മ ബോണ്ട് ടെർമിനേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ബോണ്ട് അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുന്ന തരത്തിലുള്ള കൺസെൻട്രേറ്റ് പ്രോസസ്സിൽ നടക്കുന്ന റിയാക്ഷൻ. ഇത്രയാണ് നമ്മൾ പെരിസൈക്ലിക് റിയാക്ഷൻസിനകത്ത് പഠിക്കാനുള്ളത്. അപ്പൊ ബാക്കി ഇതിനകത്തുള്ളത് ഇനി ഓരോ റിയാക്ഷൻസും നമുക്ക് പ്രത്യേകം പഠിക്കാൻ. അതിനകത്ത് പഠിക്കാനുള്ളത് ഇലക്ട്രോസൈക്ലിക് റിയാക്ഷൻസ്, സൈക്ലോ അഡിഷൻ റിയാക്ഷൻസ്, സിഗ്മാട്രോപിക് റിയാക്ഷൻസ്, ഈ 3 റിയാക്ഷൻസ് ആണ് പഠിക്കാനുള്ളത്.